നമ്മൾ ഇന്നലെ കാസർഗോഡ് പോയതായിരുന്നു. അപ്പൊ അവിടെ മാലിക് ബിൻ ദീനാർ, ഇമാം മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹിയുടെ ഒരു പള്ളിയുണ്ട്. അദ്ദേഹം പണിത ഒരു പള്ളി, അദ്ദേഹത്തിന്റെ ഖബറൊക്കെ ഉണ്ട് അവിടെ. എത്ര വർഷമായി എന്നറിയാം? 700കളിലാണ് വന്ന്. 1700 അല്ല, വെറും 700. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് കേരളത്തിലേക്ക് വന്ന സ്വഹാബിയാണ് മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി എന്നാണ് ശരിക്കും ചരിത്രം പറയുന്നത്. ഒരു ചരിത്രം അങ്ങനെയല്ല, റസൂലുള്ളാഹിയുടെ കാലശേഷമാണ് എന്ന് പറയുന്ന ചരിത്രം ഉണ്ട്. അപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും? അപ്പൊ ആ പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ നിസ്കരിച്ചു 2 റക്അത്ത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചതാണ്, എത്ര മനുഷ്യന്മാര് കടന്നുപോയ മണ്ണാണിത്, എത്ര മനുഷ്യന്മാര് സുജൂദ് ചെയ്ത ഒരു സ്ഥലമാണിത്, എത്ര മനുഷ്യർ കരഞ്ഞുകൊണ്ട് പടച്ചവനോട് വർത്താനം പറഞ്ഞ സ്ഥലമാണിത് അല്ലേ? മനുഷ്യരിങ്ങനെ കടന്നു പോകും, ഞാനും നിങ്ങളും കടന്നു പോകും. നമ്മളൊക്കെ വെറും ചരിത്രമായി മാറും. ആയുസ്സിനൊരു നിശ്ചലതയില്ല, മനുഷ്യരിങ്ങനെ കടന്നു പോകും അവസാന കാലം വരെ. ചില ആളുകൾക്ക് ആരോഗ്യത്തിന് ബർക്കത്തുണ്ടാവും അല്ലേ? എല്ലാ ആൾക്കാർക്കും പൈസ കിട്ടും. ചില ആളുകൾക്ക് പൈസക്ക് ഒരു ബർക്കത്തുണ്ടാവും അല്ലെ? എല്ലാ ആളുകൾക്കും കുടുംബമല്ലേ? പക്ഷെ ചില ആളുകൾക്ക് കുടുംബത്തിൽ ഒരു ബർക്കത്തുണ്ടാവും. അതെന്താണ് സംഭവം? അതെന്താ? അനുഗ്രഹം എല്ലാവർക്കും കിട്ടും, കിട്ടൂല? പഠിച്ചോല്ലാന്ന് പറയുന്നവർക്ക് വരെ കിട്ടും. പക്ഷെ അനുഗ്രഹത്തിന് ഒരു അനുഗ്രഹമുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ബർക്കത്ത് എന്നത് നമുക്ക് മലയാളം പോലെ പരിചയമുള്ള ബ്ലെസ്സിങ് എന്ന് പറയാം ഇംഗ്ലീഷിൽ. ബ്ലെസ്സിങ് അനുഗ്രഹം കേട്ടോ. അത് അനുഗ്രഹം എല്ലാവർക്കും കിട്ടും, റഹ്മത്ത് എല്ലാവർക്കും കിട്ടും. ചില ആളുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ഒരനുഗ്രഹം കിട്ടും. ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ, പക്ഷെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വളരെ രസമായിട്ട് ജീവിക്കുന്നുണ്ട്. ശരിക്കും ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ മലയാളത്തിൽ പറയാവുന്ന വാക്ക് എന്താണെന്നറിയാമോ? ബർക്കത്ത് എന്ന് പറഞ്ഞാല് സമാധാനം. സാധാരണ നമ്മൾ അങ്ങനെയല്ല പറയാറുള്ളത്. നല്ലോണം പൈസ ഉള്ള ഒരാളെ കുറിച്ച് നമ്മൾ എന്താ പറയാ? അവർക്കിപ്പോ നല്ല ബർക്കത്ത് എന്ന് പറയുള്ളൂ. പൈസയെ കുറിച്ച് നമ്മൾ പറയാം അല്ലേ? അല്ലെ, പൈസ ഉള്ളവരെ കുറിച്ചല്ലേ നമ്മൾ പറയാം അല്ലെ? ഉറപ്പല്ലേ? അപ്പൊ നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത്? നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നിട്ട് എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചു, അയാൾ എന്താ പറയാ? ഇനിയും കുറെ പൈസ ഉണ്ടാവില്ലാണെന്ന് പറയോ? പറയില്ല. ലോകത്തുള്ള എല്ലാ കോടീശ്വരന്മാരോടും ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചാല് മിക്കവാറും എല്ലാവരും പറയാൻ സാധ്യതയുള്ള ഒരു വാക്കുണ്ട്, പീസ്, മനസ്സമാധാനം. ചിലപ്പോൾ അതിന് കുറെ പൈസയൊന്നും വേണ്ടിയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് കിടക്ക ഏതറിയോ? സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള ബെഡാണ്. ചിലപ്പോൾ അതൊരു ബെഡ് പോലും ആവില്ല, ഒരു ഷാള് ഇരിക്കും. ചിലപ്പോൾ ഒരു ഷാള് പോലും ഉണ്ടാവില്ല, നിലത്ത് പച്ച നിലത്തിരിക്കും കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള ബെഡാണ്. മനുഷ്യൻ എന്നുള്ളതിന് പകരം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ? മർത്യൻ എന്ന് പറയില്ലേ? മർത്യൻ. എന്താണ് മർത്യൻ എന്ന് കിട്ടുന്ന വാക്കിനെ പറ്റി? മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മൃത്യു ഉള്ളവനാണ് മർത്യൻ. മൃത്യു എന്താ? മരണം. മനുഷ്യന്റെ പേര് മരിക്കുന്നവൻ. മനുഷ്യന്മാർ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരും മരിക്കൂല്ലോ. ജീവികളൊക്കെ മരിക്കൂലേ? പക്ഷെ ജീവികൾക്കൊന്നും ആ പേരില്ല, മർത്യൻ എന്നുള്ള പേരില്ല. അതെന്തുകൊണ്ടായിരിക്കും? ജീവികൾക്കൊന്നും മരണത്തെ കുറിച്ചുള്ള ആലോചന ഇല്ല. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. മരണം എന്നുള്ളൊരു ഭീതിയോ പേടിയോ ചിന്തയോ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് മറ്റു ജീവികൾക്കില്ല. അതുകൊണ്ടാണ് അവരെ ജീവികൾ എന്ന് പറയുന്നത്. അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. ജീവിയോ? അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. മനുഷ്യനോ മർത്യനാണ്. മരണം എന്നുള്ള ബോധവും അവരുണ്ട്, അതിനപ്പുറത്ത് എന്തായിരിക്കും എന്നുള്ള ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് മർത്യൻ എന്നുള്ള പേരുള്ളത്. അപ്പൊ ജീവിതം എന്നൊരു ചെറിയ സാധനം അതിനു മുമ്പുള്ളതാണ്. മരണം എന്നുള്ള അവസാനത്തെ ശ്വാസത്തിന് മുമ്പുള്ളൊരു കാഴ്ചയില്ല, ഓട്ടം. ആ ഓട്ടത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ്.
ആ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ബർക്കത്തുള്ള ഒന്നായിട്ട് മാറുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം കയറി വരുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കാറ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഗേറ്റ് അടച്ച് വാതിൽ തുറന്ന് കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സമാധാനമാണ്. ഒരു മനുഷ്യന് ആ പുറത്ത് എത്ര സമാധാനം കിട്ടിയിട്ടും കാര്യമില്ല, ഇതിനകത്ത് സമാധാനമാണ്. ഇതിനകത്തൊരാൾക്ക് സമാധാനം ഉണ്ടെങ്കിൽ പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ അയാൾക്ക് കഴിയും. എന്നാൽ നേരെ തിരിച്ച് പുറത്ത് എത്ര സമാധാനം ഉണ്ടെങ്കിലും അയാൾക്ക് ഇതിനകത്ത് അത് കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് പിന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സമാധാനമാണ്. എന്താണോ ഉള്ളത് അതിലൊരാൾ അനുഭവിക്കുന്ന സമാധാനം. കുറെ ഉണ്ടെങ്കിലും അത് കിട്ടും, കുറച്ചുണ്ടെങ്കിലും അത് കിട്ടും. കുറെ ഉണ്ടെങ്കിലും അത് കഷ്ടപ്പെടുന്നില്ല, കുറെ ഉണ്ടെങ്കിലും അത് കിട്ടും. ധാരാളം പൈസയുള്ളൊരു കോടീശ്വരനും അത് കിട്ടും, ദരിദ്രരായ ഒരു മനുഷ്യനും അത് കിട്ടും. പക്ഷെ അത് ഭൂമിയിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതോ കിട്ടുന്നതോ അല്ല. അത് പടച്ചോന്റെ ബ്ലെസ്സിംഗ് ആണ്, പടച്ചോൻ തരുന്നത്. അതിന് നമ്മുടെ ഏറ്റവും പ്രധാനമായി മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ മുൻഗണനകളുണ്ടല്ലോ. നമ്മുടെ മുൻഗണനകളാണ് മാറേണ്ടത് ശരിക്കും. ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലെ പടച്ചോൻ, ഇപ്പൊ എനിക്കാവട്ടെ നിങ്ങൾക്കാവട്ടെ, ഈ 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ള ഒരു 4-5 മനുഷ്യന്മാരുണ്ട് അല്ലെ? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, പാപ്പ, ഉമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് മനുഷ്യന്മാരുണ്ട്. 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചു തന്നുള്ളതാണ്. ആ മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാരായിരിക്കണം ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. നമ്മുടെ ഏറ്റവും വലിയ പരിഗണന അവർക്കുള്ളതാണ്, നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന അവർക്കുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും. പണ്ട് നമ്മുടെ ഹൈന്ദവ തറവാടുകളില്ലേ, പഴയ തറവാട് വീടുകൾ, ആ വീടുകൾക്ക് അവര് വിളിച്ചിരുന്നൊരു പേരുണ്ട്, സംസ്കൃതമാണ്. ആ പേരെന്താണെന്നറിയോ? മന. മന കേട്ടില്ലേ? ഇല്ലം, മന ഒക്കെ പറയില്ലേ? എന്താണ് മന? മന 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. സംസ്കൃത. മ എന്ന് പറഞ്ഞാൽ ഞാൻ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ എന്തായി? ഞാൻ ഇല്ല. വീടിന് പറയുന്ന പേരാ ഞാൻ ഇല്ല. ഞാനില്ലാത്ത സ്ഥലം. ഞാനില്ല എന്ന് പറഞ്ഞാൽ നമ്മളേ ഉള്ളൂ, ഞങ്ങളേ ഉള്ളൂ. ഞാനില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം, എന്റെ സ്വപ്നങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ കൊതികൾ, എന്റെ ഇഷ്ടങ്ങൾ, അതിനു വേണ്ടി മാത്രമാണ് ജീവിക്കണതെങ്കിൽ അതിന് ഹോസ്റ്റൽ എന്നാ പറയാ, വീടല്ല. അപ്പുറത്തൊരാളുണ്ടാവും, അയാൾ അങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്. അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ സ്വപ്നങ്ങൾ, അയാളുടെ ഇഷ്ടങ്ങൾ, അയാൾ അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരെന്താ? ഹോസ്റ്റൽ എന്നാണ്. ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. അയാൾ അയാളുടെ ഫോണിലും നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ തമ്മിൽ ഇമോഷണലി ഒരു കണക്ഷൻ ഒന്നുമില്ല, ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതിന് ഹോസ്റ്റൽ എന്നാ പറയാം, വീടതല്ല. മന, ഞാനില്ല, നമ്മളേ ഉള്ളൂ. എന്ത് രസമുള്ളൊരു കൺസെപ്റ്റ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഫുട്ബോളില് 7s ആണെങ്കിൽ 7 ആളുകളെ കളിക്കാം. 7 ആളിൽ ഒരാൾ ഗോളി എടുക്കും. അതില് 1ാമത്തെ ആൾക്ക് പന്ത് കിട്ടും, 2ാമത്തെ ആൾക്ക്, 3ാമത്തെ ആൾക്ക്, 4ാമത്തെ ആൾ 5ാമത്തെ ആൾക്ക് കൊടുക്കും, 5ാമത്തെ ആൾ 6ാമത്തെ ആൾക്ക് കൊടുക്കും, 6ാമത്തെ ആള് ഗോൾ അടിച്ചിട്ടുണ്ടാവും. 6ാമത്തെ ആളിന്റെ കാലിൽ നിന്നാണ് ഗോളായത്. പക്ഷെ 6ാമത്തെ ആൾ മാത്രമാണ് ജയിക്കുക, ഈ ടീം മൊത്തം ജയിക്കും. ഇതാണ് മന. ഒരാളടിച്ചാൽ മതി, എല്ലാരും ജയിക്കും. ചെങ്ങല പോലെയാ. ചെങ്ങല വളരെ ശക്തിയുള്ളതാ. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധം പോലെ ഒരു സാധനമാണ് ചെങ്ങല. അല്ലെ? ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നല്ലോ. ഒരു കണ്ണി കേടുവന്നാൽ ചെങ്ങലയുടെ മുഴുവൻ ശക്തിയും ഇല്ലാതാവും. എല്ലാ കണ്ണിയും കേടുവരണ്ട, ഒരു കണ്ണി കേടുവന്നാൽ മതി. മന. ഒരാള് ഗോളടിച്ചാൽ എല്ലാവരും ജയിക്കുന്ന പോലെ, ഒരു കണ്ണി കേടുവന്നാൽ ഒരു ചെങ്ങലയിലെ എല്ലാ കണ്ണിയും ദുർബലമാകുന്നത് പോലെ, ശക്തിയില്ലാതാകുന്നത് പോലെ. പഠിച്ചോൻ
നമ്മുടെ ആയുസ് തന്നിട്ടുള്ള ആ 4-5 മനുഷ്യന്മാർ, അല്ലെങ്കിൽ 6-7, 1-2 ചുരുങ്ങി വരികയാണ്. പണ്ടേ പോലൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് മനുഷ്യന്മാര് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യന്മാരായി മാറുക എന്നുള്ളത് വീടിന്റെ ഉള്ളിലെ ബർക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലാണ്. മുൻഗണന അല്ലെ? മുൻഗണന, പരിഗണനയല്ല, മുൻഗണന. എല്ലാത്തിനും നമ്മൾ പരിഗണിക്കണം. നമുക്ക് ചങ്ങായിമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ജോലിയുണ്ട്, അങ്ങാടിയുണ്ട്, ഒക്കെ ഉണ്ടോ? അതൊക്കെ പരിഗണനയാണ്. മുൻഗണന അതല്ല. ഇതിന്റെയൊക്കെ മുമ്പ് വേറൊന്ന്. ഫസ്റ്റ് ഓഫ് ആൾ, എല്ലാത്തിന്റെയും മുമ്പ് വേറൊന്നിന് കൊടുക്കലാണ് മുൻഗണന. അതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുള്ള ഒരു കാര്യം എന്താ അറിയോ? നിസ്കാരങ്ങളാണ്. നിസ്കാരം ശരിക്കും എന്താണെന്നറിയോ? പടച്ചോന് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള സമയം. ശരിക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോ നമ്മളോട് പറയാ, എടാ നിനക്ക് നല്ല തിരക്കുണ്ടെന്ന് എനിക്കറിയാം, ഭൂമിയിൽ നിനക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാൽ ഒരു 5 നേരം വന്നിട്ട് എന്നോട് വർത്താനം പറയണം കേട്ടോ. അതാണ് നിസ്കാരങ്ങൾ. സൂഫികൾ പറയും, സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ പടച്ചോന് ഉമ്മ കൊടുക്കലാണ്. സുജൂദും ഉമ്മയും ഏകദേശം ചുംബനവും ഏകദേശം ഒരേപോലെ അല്ലെ? സുജൂദും ചുംബനവും ഒരുപോലെയാണ്. അപ്പൊ സുജൂദ് എന്ന് പറഞ്ഞാൽ പടച്ചോന് ഉമ്മ കൊടുക്കണ പോലെയാണ്. അപ്പൊ ഈ തിരക്കിനിടയിൽ, ഭൂമിയിലെ തിരക്കിനിടയിൽ 5 നേരം കൃത്യമായ ഒരാൾ സമയം കണ്ടെത്തി പടച്ചോനോട് വർത്താനം പറഞ്ഞ് ഉമ്മ കൊടുത്ത് പിരിയുന്ന ക്വാളിറ്റിയുള്ള സമയം. അതൊരാൾക്ക് കുഴപ്പത്തിലായാലോ, ഒരാളെ നിസ്കാരം കുഴപ്പത്തിലായാലോ, ഉറപ്പായിട്ടും അയാളും പടച്ചോനും തമ്മിലുള്ള കണക്ഷൻ കേടുവരും. അത്രയും. എനിക്ക് പടച്ചോനോട് എങ്ങനെ ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ ഏറ്റവും നല്ല മാർഗം എന്താ? എന്റെ നിസ്കാരം എങ്ങനെ ഉണ്ട് നോക്കിയാൽ മതി. നിസ്കരിക്കണ്ടെന്നല്ല, നമ്മൾ നിസ്കരിക്കണ്ടോ? അതല്ല, നമ്മുടെ നിസ്കാരം എങ്ങനെയുണ്ട് നോക്കിയാൽ മതി. അതിന്റെ സമയമാവട്ടെ, അതിലുള്ള മൈൻഡ്ഫുൾനെസ് ആവട്ടെ, അതിനോടുള്ളൊരു ഇഷ്ടമാവട്ടെ, ഒക്കെ വിടും. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കിയാൽ പഠിച്ചോണ്ട് നമ്മൾ നമ്മളുടെ കണക്ഷൻ എങ്ങനെയുണ്ട് എന്ന് പെട്ടെന്ന് അറിയാൻ കഴിയും. ഇത് പഠിച്ചോണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷനെ നന്നാക്കുന്നത് ആ ടൈമാണ്. ഇതേപോലെ തന്നെയാണ് മനുഷ്യനും നമ്മളും തമ്മിലുള്ള ബന്ധവും നന്നാവുന്നത് ഈ നല്ല സമയം കണ്ടെത്തുമ്പോൾ. ഇല്ലെങ്കിലോ അത് കുഴപ്പത്തിലോ അവിടെ സമാധാനത്തിന്റെ അംശങ്ങൾ കുറയും. നല്ല ബന്ധങ്ങളില്ലെങ്കിൽ ഒരാൾ എന്താ ആഗ്രഹിക്കുക എന്നറിയാം? മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കും. ഉറപ്പാ, മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കും. നല്ല കുടുംബ ബന്ധം, നല്ല ജീവിത സാഹചര്യം, നല്ല സമാധാനം ഒരാൾക്ക് വീട്ടിലില്ലെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ആഗ്രഹിക്കും മരിച്ചാൽ മതി എന്നൊന്നും ആഗ്രഹിക്കും. അപ്പൊ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ ജീവിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ നമ്മൾ അതിന് മനസ്സിലാക്കുന്നത്? നല്ല ബന്ധങ്ങൾ വേണം, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന മനുഷ്യന്മാർ വേണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പഠിച്ചും പറഞ്ഞു വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത്. ഇങ്ങനെയായിരുന്നു, ഫലഅല്ലക ബാഖിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അല്ലേ? കേൾക്കില്ലല്ലോ അല്ലെ? എന്താണ് എങ്ങനെ തുടങ്ങി? ഫലഅല്ലക ബാഖിഉ നഫ്സക, പ്രവാചകരെ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയുന്നു. ബാഖിഉ നഫ്സക പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങള്. റസൂലുള്ളാഹിയുടെ പറയണ പ്രവാചകരെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ തന്നെ നശിപ്പിച്ചേക്കാം. ഇല്ലം യുഅ്മിനു ബിഹാ, എന്താണ്? വലഅല്ലക ബാഖിഉ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച ആളുകൾ നിങ്ങളെ തള്ളി പറഞ്ഞാൽ, നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച മനുഷ്യന്മാര് നിങ്ങളെ തള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കണ്ട തോന്നുന്നു. അപ്പൊ നമ്മളെ കുറിച്ച് ആലോചിച്ചു. നമ്മളെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച മനുഷ്യന്മാർ നമ്മളെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് വിചാരിച്ച മനുഷ്യന്മാർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അങ്ങനെ റസൂലുള്ളാഹിയെ അത്രയും കാലം അവർ വിളിച്ചത് എന്താ? അൽ-അമീൻ എന്ന് വിളിച്ചത്. അൽ-അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? സത്യം മാത്രം പറയുന്ന ആളൊന്നുമില്ലേ. അപ്പൊ റസൂലുള്ളാഹി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? പിന്നെ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഉറപ്പാണ് അദ്ദേഹം സത്യമല്ലേ പറയുള്ളൂ. അവരെ മനസ്സിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ സത്യമല്ലേ പറയുള്ളൂ. അപ്പൊ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കൂലേ? ഇത് പ്രവാചക തിരുമേനി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പ്രവാചകനാണെന്ന് അവരോട് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞ്? മുഹമ്മദിന് ഭ്രാന്താണ്.
ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുമെന്ന് വിചാരിച്ച മനുഷ്യന്മാര് തള്ളി പറഞ്ഞാൽ, കൂടെ നിൽക്കും എന്ന് വിചാരിച്ച മനുഷ്യന്മാര് കൂടെ നിന്നിട്ടില്ലെങ്കിൽ മനുഷ്യന് ജീവിതം മടുക്കും. അഷ്റഫുൽ ഖൽഖായ ഭൂമിയിൽ പടച്ചോൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ ശക്തിയോടെ പറയുന്നത്, പ്രവാചകരെ, നിങ്ങളുടെ ജീവന് നിങ്ങൾ തന്നെ ആപത്ത് വരുത്തിയേക്കാം അവര് നിങ്ങളെ തള്ളിപ്പറയുന്നതിന്റെ പേരിൽ. മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അയാളെങ്ങനെ കൂടെ നിർത്തുക എന്നുള്ളത്. അയാൾക്ക് തെറ്റുകളൊക്കെ പറ്റും, എന്താണ്, അയാൾക്ക് അബദ്ധങ്ങൾ വരും. കാരണം എന്താ, അയാൾ പ്ലാസ്റ്റിക് അല്ല, അയാളൊരു ടോയ് അല്ല, അയാൾ ഇരുമ്പോണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയല്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനിക്കും, ഭൂമിയിലെ ഏതെങ്കിലും ഒരു അറ്റത്ത് ജനിക്കും, എന്നിട്ട് കുറെ ഓടും, വേറെ ഒരറ്റത്ത് പോയിട്ട് മരിക്കും. തുച്ഛമായ മനുഷ്യന്റെ ആയുസ് ഓട്ടമാണ്. കുട്ടിക്കാലം എന്താണ് എന്ന് അറിയുന്നത് പോലും എപ്പോഴായിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം. LP സ്കൂൾ എത്ര രസമായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത് ഹൈസ്കൂളിലെത്തിയപ്പോഴാണ്. ഹൈസ്കൂൾ എത്ര രസമായിരുന്നു എന്ന് അറിഞ്ഞത് കോളേജിലെത്തിയപ്പോഴാണ്. കോളേജിൽ പഠിച്ച കാലം എന്ത് രസമായിരുന്നു എന്ന് അറിഞ്ഞത് ഒരു ജോലി കിട്ടിയപ്പോഴാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ ജീവിതം എന്താണ് എന്ന് പഠിക്കുകയാണ്. ജീവിതം പഠിക്കാനൊരു കാലവും അത് പ്രാക്ടീസ് ചെയ്യാൻ വേറൊരു കാലവും ഇല്ല. എല്ലാത്തിനും കൂടി ഒന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് പഠിക്കാനൊരു കാലം ഉണ്ടാവും, പരീക്ഷ എഴുതാൻ വേറൊരു കാലം ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ജീവിതം എന്താണെന്ന് പഠിക്കാൻ ഒരു കാലവും പിന്നെ അത് പയറ്റാൻ ഒരു കാലവും ഇല്ല. ജീവിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്, പഠിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ആയുസ് പഠിച്ചോൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നമ്മളാരും ചോദിച്ചിട്ട് കിട്ടിയതല്ല, നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയതൊന്നുമല്ല. ആയുസ് പഠിച്ചോൻ തന്നതാണ്. ഇത് പഠിച്ചോനാണ് അതിന്റെ ഉടമ. ഏത് സമയത്തും അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന ആള്. നമ്മൾ ആത്മാവ് എന്ന് പറയും, അല്ലേ? ആത്മാവ്, അല്ലേ? ആത്മാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മനുഷ്യൻ പണ്ടുകാലം മുതലേ ചർച്ച ചെയ്യുന്നുണ്ട്. ആത്മാവില്ല എന്ന് എഴുതിയ ഒരു മുഖ്യമന്ത്രി ഉണ്ട് നമുക്ക്. അദ്ദേഹം ആത്മാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചാൽ കുറെ പ്രശ്നമുണ്ട്. അതെവിടുന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. അതെവിടേക്കാണ് തിരിച്ചു പോകുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. ആത്മാവ് ഉണ്ട് എന്ന് പറയുന്നത് ഈസിയല്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചു കിടക്കുന്നു. ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ ആ കുട്ടി ഉറക്കം വിളിച്ച് പറയുന്നത് എന്തായിരിക്കും? ഉമ്മ പോയി എന്നാണ് പറയാ. എന്റെ ഉമ്മ പോയി എന്നല്ലേ പറയാ? ഉമ്മ പോയിട്ടുണ്ടോ? ഉമ്മയല്ലേ കിടക്കുന്നത്. ഉമ്മന്റെ കണ്ണ്, ഉമ്മന്റെ മൂക്ക്, ഉമ്മന്റെ ചുണ്ട്, ഉമ്മന്റെ മുടികൾ, ഉമ്മയുടെ ശരീരം, ഉമ്മയുടെ കൈ, ഉമ്മയുടെ കാല്, ഉമ്മയല്ലേ അത്? പിന്നെ ആരാണ് പോയത്? ആരോ ഒരാൾ പോയിട്ടുണ്ട്. കൂടി നിൽക്കുന്ന കുടുംബങ്ങളൊന്നും അറിയാതെ ഒരാൾ സൂത്രത്തിൽ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അടച്ചിട്ട ICU റൂമിൽ നിന്ന് ആരും അറിയാതെ, ഡോക്ടറോ നഴ്സോ ഒന്നും അറിയാതെ ആരോ ഒരാൾ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതാരാണ്? പടച്ചോൻ പറയുന്നത് ആ ഇറങ്ങിപ്പോകുന്ന ആള് നല്ലോണം ശ്രദ്ധിച്ചോളൂ. അയാൾക്ക് മരണമില്ല, അയാൾക്ക് രോഗം വരില്ല, അയാളെ കൊല്ലാൻ കഴിയില്ല, അയാൾക്ക് ആദ്യവും ഇല്ല അവസാനവും ഇല്ല, അല്ലേ? കാരണം അത് പഠിച്ചോരിൽ നിന്ന് വന്ന ആളാണ്. ശരീരത്തിന് ആദ്യമുണ്ട് അവസാനമുണ്ട്. ഇതിനെ കൊല്ലാൻ കഴിയും, ഇതിനെ മുറിവേൽപ്പിക്കാൻ കഴിയും, ഇതിനെ വേദനിപ്പിക്കാൻ കഴിയും, ഇതിന് പ്രായമാവും ശരീരത്തിന്. പക്ഷെ ഇതിന്റെ ഉള്ളിലൊരാളുണ്ട്, അയാൾക്ക് പറയുന്ന പേരാണ് ആത്മാവ്. അത് പഠിച്ചോനിൽ നിന്ന് വന്ന ഒരാളാണ്. ആത്മാവ് ശരീരത്തിലേക്ക് പ്രവേശിച്ചതിന് നമ്മൾ ജനനം എന്നും പറയും, ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മരണം എന്നും പറയും. ആ ഇറങ്ങിപ്പോകുന്ന ആളെ ശ്രദ്ധിക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മീയത. എന്നാൽ ആത്മാവിനെ ഒരാൾ ശ്രദ്ധിക്കുന്നതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി, ആത്മീയത.
അപ്പൊ പഠിച്ചോൻ തന്നിട്ടുള്ള ആയുസ് എന്ന ഏറ്റവും വിലപ്പെട്ടതിനെ ഒരാൾ എങ്ങനെയാണ് മീനിങ് ഫുൾ ആക്കി മാറ്റുന്നത്? ഒരു കഥ പറയാറുണ്ട്. പണ്ട് ഒരമ്മ ആ അമ്മയുടെ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഭിക്ഷ യാചിച്ച് നടക്കുക. ഭിക്ഷക്കാരിയാണ്. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ മുഴുവനും സ്വർണമാണ്, വലിയ പണക്കൂമ്പാരങ്ങളാണ്, വെള്ളിയാണ്, വജ്രമാണ്, അത്രയും വില കൂടിയ സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം, എത്ര സ്വർണം എടുക്കുക, എത്ര വെള്ളി എടുക്കുക, എത്ര വജ്രം എടുക്കുക, എത്ര പൈസ എടുക്കുക. പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ചാടണം. ഇല്ലെങ്കിലോ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. ഗുഹ അടഞ്ഞു പോകും. എന്താ, ഒരു ഭിക്ഷക്കാരിയായ അമ്മയുടെ മുന്നിൽ ഒരു ഗുഹയുടെ മുന്നിൽ ഇരിക്കുന്ന ആള് പറയുന്നു, ഇതിന്റെ ഉള്ളിൽ മുഴുവനും പണമാണ്, 2 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് തരൂ. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര വാരി കൂട്ടാൻ പറ്റുമോ അത്രയും വാരി കൂട്ടിക്കോളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടെ പുറത്തേക്ക് വരണം. ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് മതി വാരി കൂട്ടാൻ. അത്രയ്ക്ക് മതിയല്ലോ. ഈ അമ്മ നേരെ അതിനകത്തേക്ക് പോയി വാരി കൂട്ടാൻ തുടങ്ങി. എന്തൊക്കെ ഉണ്ടോ കയ്യിൽ അതിലൊക്കെ ഇത് നടക്കാൻ തുടങ്ങി. ബെല്ലടിച്ചു, പുറത്തേക്ക് ചാടി, രക്ഷപ്പെട്ടു. കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കണം. അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഒരു 2 തലമുറയ്ക്ക് ജീവിക്കാൻ വേറൊന്നും വേണ്ട, അതിന് മാത്രം വാരി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒക്കത്തുണ്ടായിരുന്ന കുട്ടിയില്ലേ, അതിനകത്തായി പോയി. എന്തൊക്കെയോ വാരിക്കൂട്ടുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ മറന്നുപോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലം. നമ്മുടെ കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളൂ, 2 ഇല്ല, 1. നമ്മൾ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. നമ്മുടെ കുട്ടികളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. അതിനെന്ത് വേണ്ടി വരും? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നേരത്തെ ഈ മോനോട് സംസാരിക്കുക, ബിലാലല്ലേ, ആദിൽ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്പേസിനെ കുറിച്ച് പഠിക്കുക, സ്പേസിനെ കുറിച്ച് അറിയുക. കഴിഞ്ഞ ദിവസം അവന് കോയമ്പത്തൂരിൽ പോയിട്ട് ഒരു സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് വരിക. ചെറിയ മോനതാ, അവന് സ്പേസിനെ കുറിച്ചാണ് അവന്റെ ചിന്ത മുഴുവൻ. അതാ, ഭൂമിയിലില്ല, അവൻ ഫുൾ അവിടെയാണ്, സ്പേസിനാണ്. അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവനോട് എനിക്കൊരു കാര്യം പറയണമെങ്കിൽ ഞാൻ സ്പേസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അത്യാവശ്യ കാര്യങ്ങളെങ്കിലും അതിന്റെ ചില വേർഡെങ്കിലും പഠിക്കേണ്ടി വരും. എന്നാലേ എനിക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവനെന്താ വിചാരിക്കുക, അവനൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അവന് അത് പറയാൻ പറ്റുന്ന ആളുകളെ തെരഞ്ഞു പോകും. ഞാൻ അവന്റെ വാപ്പയാണെങ്കിലോ ഞാൻ എത്ര പഠിക്കേണ്ടി വരും അവനിഷ്ടമുള്ളൊരു കാര്യത്തെ കുറിച്ച്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുട്ടികളോളം താഴേണ്ടി വരും. ഒരു കുട്ടിക്ക് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക, ചെറിയൊരു കുഞ്ഞിന് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക? കുട്ടി ഇങ്ങോട്ട് വരുമോ? കുട്ടി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകല്ലേ ചെയ്യുന്നത്. കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ കുട്ടിയോളം നമ്മൾ താഴുന്നത് പോലെ ഒരു കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ആ കുട്ടിയോളം താഴേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിയോളം വലുതാകേണ്ടി വരും. ഇവനൊക്കെ അതിൽ പെട്ടതാണ്. കാരണം അവൻ അതിൽ വലിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ, പുതിയ കാലത്തെ കുട്ടികളെ. അപ്പൊ നമ്മുടെ മോനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണ എന്നൊരു ക്ലബിനെ കുറിച്ച് അറിയണം. അങ്ങനെ ഒരു ക്ലബ് ഉണ്ടല്ലോ ഫുട്ബോളിൽ, മലപ്പുറത്താണല്ലോ. അപ്പൊ ഫുട്ബോളായിരിക്കും കാര്യമായിട്ട് മനസ്സിലുണ്ടാവും. ബാഴ്സലോണ എന്ന് പറഞ്ഞ മൂപ്പർക്ക് താല്പര്യമുള്ള ഒരു ക്ലബുണ്ട്. ആ ക്ലബിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് 2 പേർക്കും എന്തൊക്കെ പഠിക്കാൻ കഴിയുമോ അതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഒരു നാട്ടുപുറത്തുണ്ടായ ചെറിയൊരു ക്ലബ്ബാണ്. അതിങ്ങനെ വളർന്ന് ലോകത്തിലെ വലിയ ക്ലബ്ബുകളിൽ ഒന്നായി മാറിയ ചരിത്രമാണ്. കാരണം ഞങ്ങളുടെ മോനോട് സംസാരിക്കണമെങ്കിൽ അവനിഷ്ടമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ അവൻ പറയാ, ആപ്പൊക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. കാരണം അവർക്കൊരു കുട്ടിക്കാലേ ഉള്ളൂ.
എത്ര പെട്ടെന്നാണ് ഇവർ വലുതാവുക നമുക്കറിയില്ല. പഴയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലെ, ആ കുഞ്ഞുങ്ങൾ എവിടെ പോയി, നീശയൊക്കെ വന്നിരിക്കണം, വലിയ കുട്ടിയായിരിക്കണം, വലിയ മഫത്തൊക്കെ ഇടാൻ തുടങ്ങിയാണ്. ആ ചെറിയ കുഞ്ഞിനെ നമുക്ക് മിസ് ചെയ്യും. നമ്മുടെ ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമൊക്കെ വരും. നമ്മളെ കുട്ടി വലിയ കുട്ടിയായല്ലോ. ഒട്ടിടയ്ക്കൊരു വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് വെണ്ണികുളം എന്ന് പറഞ്ഞ പഴയ ഒരു കവി പറയുന്നുണ്ട് മകളെ കുറിച്ച്. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ, ഒരു വരം കിട്ടിയിട്ട് എന്റെ കുട്ടി പഴയ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് നമ്മുടെയൊക്കെ ആഗ്രഹം. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ. നമ്മളെ കുട്ടികളെ കുട്ടിക്കാലം ഇല്ലേ, നഷ്ടപ്പെടും, പിന്നെ നമുക്ക് കിട്ടൂല. കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. കേസരി ഹാളില്ലേ, കേസരി ഹാൾ അദ്ദേഹത്തിന്റെ പേരില്ല, കേസരി എന്ന പേരിൽ പണ്ട് അദ്ദേഹത്തിന് ഒരു മാസികയുണ്ട്. വലിയ എഴുത്തുകാരനാണ്, അത്രയും വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക, പഠിക്കുക, എഴുതുക, ഇതൊക്കെയാ. അപ്പൊ ഒരാളിങ്ങനെ വാതിലിന്റെ അപ്പുറത്ത് വന്ന് നിൽക്കും. അതാരാന്നറിയാം? അദ്ദേഹത്തിന്റെ മോള്, ചെറിയൊരു മോള്. അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട്, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്, വലിയ താടിയുള്ളൊരു മനുഷ്യന്. ആ അച്ഛനെ ലാളിക്കാൻ, അച്ഛന്റെ സ്നേഹം കിട്ടാൻ, അച്ഛനെ അങ്ങോട്ട് സ്നേഹിക്കാനൊക്കെ വേണ്ടി ഈ കുട്ടി ഇങ്ങനെ കാത്തിരിക്കും. അദ്ദേഹം കുറെ നേരമൊക്കെ പിന്നെ ഈ എഴുത്തിലായിരിക്കും. പിന്നെ കിടന്നുറങ്ങേണ്ട സമയമായി. ഈ കുട്ടിക്ക് കൊടുക്കാൻ തീരെ സമയം ഉണ്ടാവില്ല. ഇതിന് പനി വന്നിട്ട് ഈ കുട്ടി മരിച്ചു. അദ്ദേഹം തന്നെ പറയട്ടോ, പനി വന്നിട്ട് കേസരിയുടെ മോള് മരിച്ചു. അദ്ദേഹം പറയാ, ഞാൻ എൻ്റെ മോളെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്ത ശരീരത്തിലായിരുന്നു. അതിനൊന്നും ഉമ്മ കൊടുത്തിട്ടില്ല. എന്നാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ ചിലത് ഗുഹയുടെ ഉള്ളിൽ ആ കുഞ്ഞിനെ മറന്നു വെച്ചതുപോലെ ഈ തിരക്കുകളുടെ ഇടയിൽ ചിലത് മറന്നു വെച്ചത് പിന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോ അനുഗ്രഹീതമായൊരു ജീവിതം ജീവിക്കുക എന്നുള്ളതില് മുൻഗണനയിൽ പഠിച്ചോ തന്നിട്ടുള്ള ഈ 4, 5, 1, 2, 3 മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളത്. മൈക്കൽ ഫാരഡേ എന്നുള്ളൊരു ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്കൂളിൽ പഠിച്ച എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? മൈക്കൽ ഫാരഡേ എന്നാണ് പേര്. ഈ ലൈറ്റ് ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്നതിന്റെ പിന്നിൽ ഡൈനാമോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് കണ്ടുപിടിച്ച ആളാണ്. ജനറേറ്ററും മോട്ടറും കണ്ടുപിടിച്ച ആളാണ്. 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. 1, 2 അല്ല. ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ 6 മക്കളിൽ 4-മനായി ജനിച്ച് പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യണ ഷോപ്പിൽ ജോലിക്ക് നിന്ന് അവിടെ കണ്ട ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് ശാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് അങ്ങനെ വന്നയാളാണ് മൈക്കൽ ഫാരഡേ. 1000-ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു മനുഷ്യന് ജീവിതത്തിൽ എത്ര തിരക്കുണ്ടാവും? ഇന്നത്തെ പോലെ അല്ലല്ലോ, അത്രയും തിരക്ക് കൂടുതൽ അല്ലെ? ആ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ വരും? കണ്ടുപിടുത്തങ്ങൾ അത്രയും നടത്തിയല്ലേ? ഈ ലൈറ്റ് കത്തി നിൽക്കുന്നതിന്റെ പിന്നിലെ മനുഷ്യനാണ്. പഠിച്ചോ നമ്മ അനുഗ്രഹം, പക്ഷെ അത് മനുഷ്യൻ കണ്ടുപിടിച്ച കുറെ ആളുണ്ട്, അതിലൊരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് കണ്ടുപോയില്ലേ? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ടുപോയി. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്നാണ്. എന്തൊരു കഥ! എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. കണ്ടുപിടുത്തങ്ങളൊക്കെ പിന്നെയാണ്, എന്നെ പ്രശസ്തരാക്കിയത് കാര്യങ്ങളൊക്കെ പിന്നെയാണ്. എന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അല്ലെങ്കിലും ആശയം ഇങ്ങനെയാണ്. ആയുസ്സിൽ പഠിച്ചോ കൊടുത്ത ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ ഒരു മനുഷ്യന് അദ്ദേഹം പരിഗണിച്ചു. അദ്ദേഹത്തിന്റെ വീടിന്റെ കുറച്ചപ്പുറത്തൊരു കായൽ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് എല്ലാ വൈകുന്നേരവും രണ്ടാളും വീട്ടിലിരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കും എന്നവരാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോൾ
എൻ്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. ഇതാണ് മുൻഗണന. കാരണം എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും. ആഘോഷങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം, ആഘോഷങ്ങൾക്ക് ഒരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. ഇന്ന് ക്രിസ്തുമസാണ് ലോകം മുഴുവനും. 26-ാം തീയതി ക്രിസ്തുമസ് ഇല്ല. അന്ന് ബിരിയാണി ഉണ്ടാക്കിയ ചെമ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? അല്ലെ, മുറ്റത്ത് കെട്ടിയ പന്തല കഴിച്ചു പോകുന്നുണ്ടോ? ആ നല്ല വസ്ത്രം ഉണ്ടല്ലോ, പുതിയ മണമുള്ള വസ്ത്രം അഴിച്ച് വെച്ച് മുഷിഞ്ഞിട്ടുണ്ടോ? 26-ാം തീയതി ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണത്തിന്റെ ഒരു പ്രശ്നം, കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. അന്നവിടെ ബിരിയാണി ഉണ്ടാവില്ല, അന്നവിടെ പന്തലുണ്ടാവില്ല, പണിക്കാരായിരിക്കും ഫുള്ളുണ്ടാവും. അവരത് അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അതെന്ത്? ആഘോഷങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്കും തിരക്കുകൾക്കൊക്കെ ഒരവസാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. എല്ലാ തിരക്കുകളും അവസാനിപ്പിച്ച് അവസാനം നമ്മുടെ കാറ് നിർത്തുന്ന, ബൈക്ക് നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സ്ഥലമായിട്ട് മാറുക എന്നത്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ഇതുണ്ടാവും, എന്ത് പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ കല്യാണത്തിനൊക്കെ? ഇപ്പൊ കുറെ മാറി, ഇപ്പൊ നല്ല ശരിക്കുള്ള പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പൂവാ നല്ലത്. എന്താണെന്നറിയോ? അത് വാടില്ല, അല്ല വാടില്ലല്ലോ, അത് ഉണങ്ങില്ലല്ലോ, അത് കൊഴിഞ്ഞു പോകില്ലല്ലോ, അല്ലേ? നല്ല പൂവാണെങ്കിലോ അത് വാടും, അതിന് വെള്ളം കൊടുക്കണം, അതിന് വളം കൊടുക്കണം, അത് തളരും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിന്റെ നിറത്തിലൊക്കെ വ്യത്യാസം വരും, ഇല്ലേ? മനുഷ്യന്മാരെങ്ങനെയാ? ഞാനും നിങ്ങൾ എങ്ങനെയാ? പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് അല്ല, കല്ലല്ല. നമ്മളെ ഫീലിങ്സ് ഉള്ള മനുഷ്യന്മാരാണ്. ആരെ പറയണറിയോ? പഠിച്ചു. ഇതാണ് കല്യാണത്തെ കുറിച്ച് പറയാ പഠിച്ചു. കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യന്മാരെ ഒന്നാവുക. രണ്ട് മനുഷ്യന്മാരെ ഒന്നാകുന്ന സമയത്ത് പഠിച്ചവൻ 3 കാര്യങ്ങളെ പറഞ്ഞ കേട്ടോ. 3 കാര്യങ്ങൾ. ഒന്നാമതായി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്. അത് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മാത്രമല്ലല്ലോ. മക്കളായിട്ട് വരുന്നു, പേരക്കുട്ടികളായിട്ട് വരുന്നു, അനുജനായിട്ട് വരുന്നു, പെങ്ങളായിട്ട് വരുന്നു, ഇത്താത്തയായിട്ട് വരുന്നു, ബാപ്പയായിട്ട് വരുന്നു, ഉമ്മയായിട്ട് വരുന്നു, ചെങ്ങാതിയായിട്ട് വരുന്നു, അല്ലേ? മനുഷ്യന് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്റ്റിക് അല്ല, അത് കല്ലല്ല, മരമല്ല, ഒന്നല്ല. അതിന് ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ്. ഇതിന്റെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മനസ്സ് എന്നൊരു സാധനത്തിന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഫീലിങ്സ് ഉണ്ടാവും. ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക, വേറെ ഒന്നുമല്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കുക, സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക. രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം, ഇന്ന് കണ്ട ആളാവില്ല നാളെ, കഴിഞ്ഞ ആഴ്ച കണ്ട ആളല്ല ഈ ആഴ്ച. അതെന്തുകൊണ്ടാ? ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. അതന്നെ അയാൾക്ക് സങ്കടം വരും, അയാൾക്ക് കരയും, അയാൾക്ക് ദാഹിക്കും, വിശക്കും, അയാൾക്ക് വേറുപാടുകൾ സഹിക്കാൻ കഴിയില്ല, മരണം സഹിക്കാൻ കഴിയില്ല, രോഗം സഹിക്കാൻ കഴിയില്ല. അവനവന്റെ രോഗം സഹിച്ചാലും പ്രിയപ്പെട്ട ഒരാളുടെ രോഗം സഹിക്കാൻ കഴിയില്ല. അവനവന്റെ മരണത്തിലേക്ക് ചിലപ്പോൾ കൂളായിട്ട് നടന്നു പോകാൻ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യന്റെ മരണം താങ്ങില്ല. ഇതൊക്കെ മനുഷ്യനായതുകൊണ്ടാണ്. മാർക്സിസത്തിന്റെ ആചാര്യനാണ് കാൾ മാർക്സ്, അല്ലെ? മാർക്സ് അദ്ദേഹം ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന അവസാനം വരെ വായിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ലോകം മുഴുവനുള്ള തൊഴിലാളികളെ കുറിച്ച് അത്രയേറെ ആലോചിച്ചൊരു mനുഷ്യനാണ്. ഇതിനപ്പുറത്തൊരു ലോകം ഇല്ല എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ ഭൂമി മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല. ദൈവമോ അതൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എഴുതിയ ഡയറി ഉണ്ട്. അതെന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത്. അത്രയും ശക്തനായ മനുഷ്യനാണെന്ന് പറയുക. അത്രയും വലിയ പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ്. പക്ഷെ ആ പുസ്തകങ്ങളിലൊന്നും അദ്ദേഹത്തിന് അത് സമാധാനം കണ്ടെത്താൻ പറ്റൂല. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വയ്യെങ്കിലോ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവില്ല. നമ്മളെ കുട്ടിക്ക് വയ്യെങ്കിലോ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മനുഷ്യന് നമ്മളെന്ത് പറഞ്ഞു ഇത് പറയുന്നുള്ളൂ. വേറെന്താ പറയുന്നത്? ആ വേഗം അങ്ങോട്ട് പോയി, എന്റെ മനസ്സങ്ങോട്ട് പോയി. ഫീലിങ്സിലാണ്. ഫീലിങ്സ്, താങ്ക് യു. ഫീലിങ്സിനെ കുറിച്ചാണ് പറയുന്നത്.
എന്നാൽ മനുഷ്യൻ ഫീലിങ്സ് ഉണ്ടാവും. ഉള്ളില് പ്ലാസ്റ്റിക്കോ മരമോ ഒന്നും ഇരുമ്പോ കല്ലോ ഒന്നല്ല, ഫീലിങ്സ് ഉണ്ട്. കരയും, താങ്ങാൻ കഴിയില്ല ചില കാര്യങ്ങൾ. നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വേറൊരാൾ വേണം. അതിനാണ് മനുഷ്യന്മാര്. ചില പാരന്റ്സ് ഇങ്ങനെ പറയുക, ഈ ടീനേജിൽ എത്തുന്ന സമയത്ത് മക്കൾക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് അല്ലെ, അവരുടെ സ്വഭാവം തന്നെ മാറുന്നുണ്ടാവും. അവർക്ക് ദേഷ്യം വരും, അവർ ഭയങ്കര ഇമോഷണൽ ആവും, അവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കും അല്ലേ. പിന്നെ അവരുടെ സിബ്ലിങ്സിന്, അനിയത്തി അല്ലെങ്കിൽ അനുജനോടൊക്കെ ഭയങ്കര വേറൊരാളായി മാറും, ദേഷ്യപ്പെടും. ഇങ്ങനെയൊക്കെ ആ കുട്ടിയിൽ ഭയങ്കര മാറ്റം ഇങ്ങനെ ഉണ്ടാവും. എന്താ ചെയ്യുക? ഭയങ്കര ക്രൂഷ്യലായ പീരീഡാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ സ്ട്രെസ് ഉണ്ട്. അപ്പൊ എന്റെ മുന്നിൽ ഇത്രയും സഹോദരിമാരിക്കുണ്ടല്ലോ ഈ ഹാള് നിറയെ. ഒരു സ്ത്രീയായി ജനിച്ചത് കൊണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രം ഉള്ളത് കൊണ്ട്, ഒരു 14-13 വയസ്സ് മുതൽ ഓരോ മാസവും നിങ്ങൾ കടന്നു പോകുന്ന ഒരു 7 ദിവസമുണ്ട്. നിങ്ങൾക്കറിയാലോ അതെന്താണ്. നിങ്ങളല്ലാതായി മാറും. അതിന് മുമ്പുള്ള ആളല്ല, അതിന് ശേഷമുള്ള ആള് ആകെ മാറും. സ്വഭാവം മാറും, വീക്കാവും, സ്ട്രെസ് വരും, മൂഡ് സ്വിങ്സ് വരും, ഒക്കെ വരും. അതെന്തുകൊണ്ടാ? സംഭവം എന്താ? നിങ്ങളുടെ ഉള്ളിൽ ചില ഹോർമോണിന്റെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഹോർമോണിന്റെ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, അത് പുറത്തേക്ക് കാണുന്നതാണ്. അതൊക്കെ ഇത് പുരുഷന്മാർക്കുണ്ടോ? ഉണ്ടോ? ഒറ്റ പ്രാവശ്യം. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? അവനെ മനസ്സിലാവില്ല. ആ കുട്ടിക്ക് അവനെ തന്നെ മനസ്സിലാവില്ല. എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് അവനെന്നെ മനസ്സിലാവില്ല. കാരണം അവനിങ്ങനെ നോക്കുമ്പോൾ അവൻ വലിയൊരാളായി മാറുന്നു. പക്ഷെ വീട്ടിലെല്ലാവരും അവനെ കുട്ടിയായിട്ടും കാണുന്നു. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. ആ കുട്ടിയെ നിങ്ങൾ ഒന്നും പറയണ്ട, ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയെ ഒന്ന് വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നോക്കൊണ്ടു. ഒന്നും പറയണ്ട. കുറച്ചു നേരം അവനെ ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നോക്കൊണ്ടു. അവന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയും. അവനൊന്നും പറയൊന്നുമില്ല. അതിന് ലോകത്ത് വേറെ എവിടുന്നും കിട്ടാത്ത ഒന്ന് നമ്മളെ ഈ വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണ്. പരീക്ഷയ്ക്ക് ഇറങ്ങി പോകുന്ന ഒരു കുട്ടിയോട് പഠിച്ചോ, പുസ്തകം എടുത്തോ, എന്താണ് പേന എടുത്തോ, പേപ്പർ എടുത്തോ എന്നൊക്കെ ചോദിക്കില്ല. അത് ചോദിക്കണ്ട, അതൊക്കെ കുട്ടി എടുത്തോളൂ. കുറച്ചു നേരം ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്നോക്കുള്ളൂ. ആ കുട്ടിയുടെ ഉള്ളിങ്ങനെ തണുക്കും. അത് വേറെ ഒന്നും കിട്ടൂലല്ലോ, അങ്ങാടിയിൽ നിന്ന് കിട്ടൂലല്ലോ, അത് സ്കൂളിൽ നിന്ന് കിട്ടൂലല്ലോ. അത് കിട്ടേണ്ട സ്ഥലമല്ലേ ഇത്. ആ കുട്ടിക്ക് ഇമോഷണലി കിട്ടേണ്ട ഒരു സാധനം ഉണ്ട്, അത് ഇതിന്റെ ഉള്ളിൽ കിട്ടുന്നതാണ്. സ്കൂള് പോലെ തന്നെ ആണ് വീടുമെങ്കിൽ, ടീച്ചറെ പോലെ തന്നെയാണ് ഉമ്മയെങ്കിൽ, മാഷെ പോലെ തന്നെയാണ് വാപ്പയെങ്കിൽ, ആ കുട്ടിക്ക് പിന്നെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുക? സ്കൂളിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആണ് പൊതുവെ വീട് അല്ലെ. ആ പുസ്തകം കൊണ്ടാണ് വീട് വരുന്നത്. ടീച്ചറെ പെരുമാറും പോലെ തന്നെ ഏകദേശം ഉമ്മയും പെരുമാറും, മാഷ് പെരുമാറും പോലെ തന്നെ വാപ്പയും പെരുമാറിയാൽ ഈ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ സാധനം ഉണ്ടാവില്ലേ, ഒരു വലിയ വാക്യൂം ഉണ്ടാവില്ലേ. അപ്പൊ എന്തിനാണ് വീട് എന്ന് പറഞ്ഞാല്, നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാര് അതൊരു ചെറിയ കുട്ടിയിരുന്നാൽ പോലും, പ്രായമേറെയുള്ളൊരു വാപ്പയോ ഉമ്മയായിരുന്നാൽ പോലും, ഓരോ സമയത്ത് മനുഷ്യന് ഓരോ ഫീലിങ്സ് ഉണ്ട്. വല്യമ്മന്റെ ഫീലിങ്സ് അല്ല ഈ കുട്ടിക്ക് ഉണ്ടാവുക. കുട്ടിയുടെ ഫീലിംഗ് അല്ല അവിടെയുള്ള പൂർണ്ണ ഗർഭിണിയായ ഒരു ആൾക്കുണ്ടാവുക. അവരുടെ പിന്നെ സ്ട്രെസ്സോ അവരുടെ ഫീലിങ്സോ അല്ല ടീനേജിലുള്ള ഒരാൾക്കുണ്ടാവും. ഓരോ ആൾക്കും ഓരോ സ്ട്രെസ് അല്ലേ. അടുക്കളയിലോ ജോലിക്കോ പോകുന്ന ആ വീട്ടമ്മക്കുള്ള സ്ട്രെസ് അല്ല ആ വീട്ടുകാരനായ ആൾക്കുണ്ടാവുക. ഓരോ ആൾക്കും സ്ട്രെസ് ഉണ്ടാവും, അവരുടേതായ ഫീലിങ്സ് ഉണ്ടാവും. ഇതിങ്ങനെ കോർത്തിണക്കുമ്പോഴാണ്, ഇത് ഒരാൾ മാത്രം വിചാരിച്ചാലും പോരാ, എല്ലാവരും ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് ആ വീടിന്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ എന്തോ പറഞ്ഞു, മറ്റേയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അയാൾ തിരിച്ചും പറഞ്ഞു, ഇയാൾ തിരിച്ചും പറഞ്ഞു. ആകെ പ്രശ്നമായി, ബഹളായി. ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് പറയും എനിക്ക് ഭക്ഷണം വേണ്ട. അയാൾ ഭക്ഷണം കഴിക്കാതെ പോകും. അപ്പൊ മറ്റേയാൾ പറയുന്നത് എനിക്കും വേണ്ടത്. അന്ന് ആരും അവിടെ ഭക്ഷണം കഴിക്കില്ല. പിറ്റേ ദിവസം ഉമ്മ ആ ചോറും കറിയും പട്ടിക്കോ പൂച്ചക്കോ ഇട്ട് കൊടുക്കും. ആ ഇട്ട് കൊടുക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു വീടിന്റെ സമാധാനമാണ്.
ഒരു വീടിന്റെ സമാധാനം. ഒരാളൊന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, ആ സമാധാനം കിട്ടുമായിരുന്നു. മറുപടി ഇല്ലായിട്ടല്ല, മറുപടിയൊക്കെ ഉണ്ട്, എന്നാലും ആ വീടിന്റെ സമാധാനത്തിന് വേണ്ടി ഒന്നും മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. അവിടെയുള്ള ചെറിയ കണ്ണുകളില്ലേ കുട്ടികൾക്ക്, അവരൊന്ന് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് വീടിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഓരോ ആളുടെയും കയ്യിലാണ്, ഒരാളുടെ കയ്യിലല്ല. ചെങ്ങല പോലെ തന്നെ ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ, ഒരു കണ്ണി കേട് വന്നാൽ ആ ചെങ്ങലയുടെ മുഴുവൻ ശക്തി ഇല്ലാതായി പോകും. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മുടെ കൂടെയുള്ള ആ കുറച്ച് മനുഷ്യന്മാര് ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യന്മാരായി മാറുക. അവരുടെ സ്ട്രെസ് ആവാം, അവരുടെ സന്തോഷങ്ങളാവാം, അവരുടെ സങ്കടങ്ങളാവാം, അവരുടെ ആവശ്യങ്ങളാവാം, അവരുടെ ചെറിയ ചെറിയ രസങ്ങളാവാം, ഒക്കെ ഏർപ്പെടും. നമ്മൾ കാരണം അതൊന്നും തടവിലിടാൻ പാടില്ല. അവർക്കിങ്ങനെ തുറന്നു കൊടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. ടൈം എന്നാണ് ഇംഗ്ലീഷിൽ ഒരു വാക്കിന് രണ്ടർത്ഥമുണ്ട്. ചില വാക്കുകൾ അങ്ങനെയുണ്ട്. അതിൽപ്പെട്ടൊരു വാക്കാണ് പ്രസന്റ്. പ്രസന്റ് രണ്ടർത്ഥമില്ല. ഒന്നെന്താ സമ്മാനം അല്ലെ, ഒന്നെന്താ സാന്നിധ്യം. ഇവിടെ ഉണ്ടെന്ന് അല്ലെ, നിങ്ങൾ ടീച്ചർ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ? പ്രസന്റ്. ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിനും എന്താ പറയാ? പ്രസന്റ് എന്ന് പറയാ. ഒരു സമ്മാനം കൊടുക്കുന്നതിനും പ്രസന്റ് എന്ന് പറയാം. ഞാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. അതാണ് ആ രണ്ട് വാക്കും തമ്മിലുള്ള ഇന്റർ കണക്ഷൻ ഉണ്ട്. ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ സമയമാണ്. ക്വാളിറ്റിയുള്ള. എന്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറയാം, നിങ്ങളോട് എനിക്ക് കുറച്ച് വർത്തമാനം പറയാനുണ്ട്, സംസാരിക്കാനുണ്ട് എന്ന് എന്നോട് പറയുമ്പോൾ ഞാൻ പറയാം, എന്നാ ശരി, നമുക്ക് 5 മണി മുതൽ ഇരിക്കാം, ഏതെങ്കിലും കോഫി ഷോപ്പിൽ പോവാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം, പുഴയുടെ അടുത്ത് പോവാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 5 മണി മുതൽ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു, വർത്തമാനം പറയാൻ വേണ്ടി. അവർക്ക് എന്താ പറയണ്ട്. അപ്പൊ 5 മണി മുതൽ അവരിങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കണം. പക്ഷെ കേൾക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ഫോൺ ഉണ്ട് എന്ന് വിചാരിച്ചു. ഞാൻ അയാൾക്ക് എന്റെ ഐ കോണ്ടാക്ട് പോലും കൊടുക്കില്ല. വല്ലപ്പോഴും ആ മുഖത്തേക്ക് നോക്കണം. അയാൾ അങ്ങനെ പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. കുറച്ചൊക്കെ ശ്രദ്ധിക്കണ്ട്, കുറച്ചൊക്കെ കേട്ടു. എന്താ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം അയാൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി, അത്രയേ ഉള്ളൂ. പറഞ്ഞതൊന്നും ശരിക്കും കേട്ടില്ല, കാരണം എന്റെ മനസ്സവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട്, പക്ഷേ നല്ല സമയം കൊടുത്തിട്ടുണ്ട്. നല്ല സമയം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മനസ്സിലാക്കാവുന്ന